ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബ്രെഡ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടു നോക്കാം. നമുക്ക് രാവിലെ തിരക്കുള്ള ദിവസങ്ങളിലോ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വെറും 5-10 മിനിറ്റ് മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു 4 ബ്രെഡാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ബ്രൗൺ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാനിവിടെ ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ബ്രെഡ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ വെള്ളത്തിൽ മുക്കിയെടുത്ത് കൈകൊണ്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള 2 ബ്രെഡും കൂടെ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ബ്രെഡും ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചേരുവകൾ കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ റവയാണ്. അത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം റവ എടുത്ത് അതേ അളവിൽ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 1/2 കപ്പ് വെള്ളം കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സോഡാപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കൂടി പോവാതെ നോക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വിസ്കോ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു സോഡാപ്പൊടി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെയ്റോസ്റ്റ് പോലെ നന്നായിട്ട് മൊരിപ്പിച്ച് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിട്ടും തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒന്ന് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊരു തവണ ട്രൈ ചെയ്ത് നോക്കണം. നല്ല മുട്ടക്കറി, മീൻ കറി, അതുപോലെ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വെറുതെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്